സമൂഹത്തിന്റെ മുന്നിൽ. പക്ഷെ എന്നെ ഫോട്ടോ എടുക്കാൻ വിളിക്കുന്നവർക്ക് അവർക്ക് കോൺഫിഡൻ്റ് ആണ്, ഷൈജ എടുത്തിരിക്കും എന്നവർക്ക് അറിയാം. അതുകൊണ്ട് അത് വലിയ കുഴപ്പം വരുന്നില്ല. പക്ഷേ ചില പുറത്ത് നിൽക്കുന്നവർക്ക് അവർ ചോദിക്കും, അയ്യോ ഷൈജ എടുത്താൽ ശരിയാവുമോ? അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില റയറായിട്ടുള്ള കേസുകളിലൊക്കെ അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അല്ലാതെ ഇതുവരെ മാറ്റി നിർത്തിയിട്ടില്ല. പിന്നെ ഉണ്ടായിട്ടുണ്ട് അത് എനിക്കിതിനിടയ്ക്കൊരു ഗ്യാപ്പ് വന്നു. കല്യാണം കഴിഞ്ഞ് കുഞ്ഞൊക്കെ അതിന് ശേഷം ഒരു 2 വർഷം എനിക്ക് കല്യാണം കഴിഞ്ഞിട്ട് ഒരു 2-2.5 വർഷം എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. ചെയ്യാൻ പറ്റാതെ ഇരുന്ന് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ കയറുന്നത്. അപ്പോഴത്തേക്ക് ടെക്നോളജി മാറി, ഫിലിം ക്യാമറ എല്ലാം പോയി, ഡിജിറ്റലായി, മൊത്തം ടെക്നോളജി മാറിക്കഴിഞ്ഞ് ഞാനൊരു 5 വർഷത്തോളം വേറെ ഒരു സ്റ്റുഡിയോയിൽ നിന്നു. അപ്പോഴത്തേക്ക് എൻ്റെ അച്ഛന് വയ്യാതെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് നോക്കണം. അപ്പം അച്ഛനെ നോക്കേണ്ടത് കൊണ്ട് അച്ഛനെയും കൂടെ ഇങ്ങ് കൊണ്ടുവന്നു. അപ്പം എനിക്ക് ജോലിക്ക് പോകാൻ പറ്റാതായി. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞൊരു കാര്യം ചെയ്യൂ, നിനക്ക് സ്വന്തമായിട്ട് തുടങ്ങാവുന്നുണ്ടെങ്കിൽ, അത് വലിയ വിറ്റാണ് പറഞ്ഞതെന്ന്, അത് കുറേ കാര്യങ്ങൾ പറയേണ്ടി വരും. അത് മെയിനായിട്ട് സ്ത്രീകൾ ഒന്ന് ഫീൽഡ് പിടിച്ചു വരാനായിട്ട് ഒത്തിരി സ്ട്രഗിൾ ചെയ്യണം. ഫസ്റ്റ്ലി ഞാൻ അതേപോലെ സ്ട്രഗിൾ ചെയ്ത് കയറി വന്നു കഴിഞ്ഞ് എനിക്ക് ഗ്യാപ്പ് ഒരു 2-2.5 വർഷത്തെ ഗ്യാപ്പ് വന്നു. പിന്നെ സെക്കൻഡ് ഞാൻ കയറി വന്നപ്പോഴത്തേക്ക് ടെക്നോളജി മാറി. അപ്പോഴത്തേക്ക് എനിക്ക് സ്വന്തമായിട്ട് ഒരു സ്ഥാപനം സ്വന്തമായിട്ട് ഇടാനുള്ള ആ ഒരു സാമ്പത്തിക ശേഷി എനിക്ക് അന്നേരം ഇല്ലായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ ഒരു സ്റ്റുഡിയോയിൽ നിന്നു. എന്നിട്ട് അടുത്ത ട്രിപ്പ് ഞാൻ ഈ അച്ഛനിങ്ങനെ വയ്യാതെ വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു. അപ്പം സംഭവം എന്താ, ഞാൻ പറഞ്ഞു, അയ്യോ ഒരു സ്റ്റുഡിയോ തുടങ്ങാനായിട്ടൊക്കെ ഉള്ള ഒരു ആംബിയർ എനിക്കില്ല. അപ്പം എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, നിനക്ക് DTPയും കാര്യങ്ങളും ഒക്കെ അറിയാമല്ലോ, അപ്പം എനിക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ പഠിച്ചിരിക്കുന്നത് ഇഷ്ടം കേട്ടോ, എന്തെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കണം. ഇപ്പോഴും ഞാൻ ചെയ്യുന്നുണ്ട്, ഇപ്പം റെസിനാർട്ടിൻ്റെ കോഴ്സൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊക്കെ എനിക്ക് ഇടയ്ക്ക്, അല്ലാതെ എനിക്ക് വെറുതെ ഇരിക്കുന്നത് എനിക്ക് ഇഷ്ടമേ അല്ല. അത് പണ്ട് പോലെ ഉള്ളൊരു ശീലമാണ്, എന്തെങ്കിലും പ്രത്യേകിച്ച് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, നീ ഒരു കാര്യം നീ ഒരു കമ്പ്യൂട്ടറും ഒരു പ്രിന്ററും കൂടെ ഇടുന്ന് വീട്ടിലിരുന്ന് വർക്കൊക്കെ ചെയ്തു കൊടുക്കാം, DTP വർക്ക് ചെയ്തു കൊടുക്കാം എന്ന് പറഞ്ഞു. അപ്പം ഞാനങ്ങനെ ബാങ്കിൽ ചെന്ന് പറഞ്ഞു, അവരോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അവരെനിക്ക് ലോണ് തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് 42,000 രൂപ മതി മേഡം ലോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു പ്രിന്ററും ഒരു കമ്പ്യൂട്ടറും ഒരു നെറ്റ് കണക്ഷൻ, അതിനപ്പുറം വേണ്ട. അപ്പം വ്യവസായ വകുപ്പിൽ ചെന്നു, വ്യവസായ വകുപ്പിൽ നിന്ന് പ്രൊജക്റ്റും കാര്യങ്ങളും എല്ലാം തന്നു. അപ്പം ഈ മാഡം പറഞ്ഞു, അയ്യോ ഷൈജ നിങ്ങൾ അന്ന് ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്നത് കൊണ്ട് ഒരു കടമുറി വേണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, മേഡം എന്നാൽ വീടുള്ള വസ്തുവിൻ്റെ ആധാരം തരാം, അത് പറ്റില്ല. വീടില്ലാത്തതിൻ്റെ ആധാരം തരാം, അതും പറ്റില്ല. അവർക്ക് അതൊന്നും പറ്റില്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഒരു കടമുറി എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ താമസിക്കുന്നതിനടുത്ത് ഒരു കടമുറി എടുത്തു. അവിടെ ഒരു ഒഴിഞ്ഞു കിടന്ന കടമുറി, അതും വിറ്റാണ്. ആ കടമുറി എടുത്തപ്പോൾ എല്ലാവരും ചോദിച്ചു, ഇതെന്തിനാ നിങ്ങൾ എടുക്കുന്നത്? അപ്പം ഞാൻ പറഞ്ഞു, ഇതേപോലെ ഒരു സ്റ്റുഡിയോ കമ്പ്യൂട്ടർ സെൻറ്റർ തുടങ്ങാനാണെന്നാണ് പറഞ്ഞത്. അവർ പറഞ്ഞു, ഇവിടെ എടുക്കരുത്, ഈ കടമുറിയിൽ ഇരുന്ന് ആരും രക്ഷപ്പെട്ടിട്ടില്ല, 6 മാസത്തിൽ കൂടുതൽ ഇരുന്നിട്ടില്ല, കാരണം ഇത് അമ്പലത്തിന്റെ ഫ്രണ്ടിലാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്റെ മനസ്സിലുണ്ട്, നമ്മളിത് എടുത്തു കഴിഞ്ഞ് ഒരു ലോണൊക്കെ കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് ഈ കടമുറി തിരിച്ചു കൊടുക്കുക, വീട്ടിലിരിക്കാനല്ലേ നമുക്ക് ഉദ്ദേശം, അല്ലാതൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഇവര് പറഞ്ഞു, SSI രജിസ്ട്രേഷൻ വേണം, അത് വേണം, ഇത് വേണം എന്നെല്ലാം പറഞ്ഞു. ഞാൻ ആലപ്പുഴയിൽ പോയി. അപ്പൊ എൻ്റെ അച്ഛനെ പൂട്ടിയിട്ടിട്ടാ പോകുന്നത്, അച്ഛന് വയ്യാത്തതാ. അപ്പം ഒരു പ്രാവശ്യം ഞാൻ ആലപ്പുഴയിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് സന്ധ്യയായി. അച്ഛൻ വെള്ളം കുടിക്കാൻ എഴുന്നേറ്റ് അച്ഛൻ മറിഞ്ഞ് വീടിനകത്ത് കിടക്കുക. ഞാൻ നിന്ന് കരഞ്ഞു, അത്രയ്ക്ക് കരഞ്ഞു കേട്ടോ, അത്രയ്ക്ക്. ഞാൻ ഒത്തിരി പൊട്ടി കരഞ്ഞ ദിവസം അത്. ഞാൻ ഒത്തിരി കരഞ്ഞു. പിറ്റേന്ന് പക്ഷെ ഞാൻ ഇതെല്ലാമായിട്ട് ബാങ്കിൽ വന്നപ്പം ആ മാനേജർ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് ലോണ് തരാൻ പറ്റില്ലെന്ന്. ഞാൻ ചോദിച്ചു, എന്താ പറ്റി മേഡം? അത് 1 വർഷത്തെ ട്രാൻസാക്ഷൻ കണ്ടു കഴിഞ്ഞിട്ട് കൊടുത്താൽ മതിയെന്ന് ഹെഡ് ഓഫീസിൽ നിന്ന് പറഞ്ഞു. ഈ 42,000 രൂപ ലോണിനാണ്, ആലോചിച്ചോണം. അന്ന് എനിക്കതൊക്കെ വലുതാണ്. അപ്പം ഞാൻ അന്നേരം ആ കൗണ്ടറിൽ നിന്ന് ഞാൻ ഒത്തിരി കരഞ്ഞു. ഞാൻ പറഞ്ഞു, മേഡം പ്ലീസ് എനിക്കൊരു ലോണ് എനിക്ക് പിടിച്ച് നിൽക്കണം, തരാൻ പറ്റില്ലെന്ന്, നിങ്ങളൊന്ന് പോകാവോ? അങ്ങനെ 3-4 അടുത്ത് ഞാൻ ലോണിന് ചെന്നപ്പോഴും നമ്മളെ അങ്ങ് ഒരുമാതിരി അപജ്ഞയായിട്ടാണ് പറഞ്ഞു വിട്ടത്. അന്ന് എനിക്ക് സ്കൂട്ടറൊന്നും ഇല്ല, ഞാനൊരു സൈക്കിളേലാണ് പോകുന്നത്. അതും ഞാൻ സൈക്കിളോട്ട് എടുക്കുന്നത് 32-ാമത്തെ വയസ്സിലാണ് കേട്ടോ. അതെൻ്റെ കൂട്ടുകാരി അവളുടെ വീടിനടുത്തുള്ള ഒരു കുട്ടിയുടെ പഴയ സൈക്കിൾ ഇരുന്നത്, അത് ഇപ്പോഴും ഇവിടെ ഇരിപ്പുണ്ട്. പഴയ സൈക്കിൾ ഇരുന്നത് അവളുടെ പൈസയ്ക്ക് അവൾ വാങ്ങിച്ചു തന്നു. ഇനി നീ നടക്കണ്ടെന്നും പറഞ്ഞുകൊണ്ട് അവൾ വാങ്ങിച്ചു തന്നു. ആ സൈക്കിളിലാണ് ഞാൻ സൈക്കിളോട്ട് പഠിക്കുന്നത്.
അപ്പം ഞാൻ ഇവിടെ എല്ലാം പോകുന്നത് സൈക്കിളല്ല പോകുന്നത്. അതിന് ഒത്തിരി അപ്പോൾ ഓരോ ബാങ്കിൽ ചെല്ലുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ലോൺ തരാൻ എന്താ പറഞ്ഞോണ്ടാ ലോൺ തരണ്ടേ, വെറും അവജ്ഞയായിട്ട് എന്നെ പറഞ്ഞു വിട്ട ബാങ്കുകളുണ്ട്. അപ്പം ഈ ബാങ്കിൽ നിന്ന് ഞാൻ വെറുതെ ആ കൗണ്ടറിൽ നിന്നിട്ട് പറഞ്ഞു, മേഡം നോക്കിക്കോ, ഒരിക്കൽ ഇവിടുത്തെ ഏറ്റവും നല്ല കസ്റ്റമർ ഞാനായിരിക്കും എന്ന് ചുമ്മാതെ പറഞ്ഞതാട്ടോ. ഞാൻ വെറുതെ പറഞ്ഞ. ഞാനന്നേരം ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ഞാൻ ആലോചിച്ചു, ഭഗവാനെ ഞാൻ എന്ത് വിഡ്ഢിത്തരമായി ഈ പറഞ്ഞത്, എനിക്ക് അങ്ങനൊന്നും ആകാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. ഞാൻ എന്ത് വിഡ്ഢിത്തരമായി പറഞ്ഞതെന്നൊക്കെ ഞാൻ ആലോചിച്ചു. അപ്പോൾ ഇനി പോകുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഒരു ഫ്രണ്ട് പയ്യൻ അത് വിളിച്ചു. അവൻ വിളിച്ചിട്ട് പറഞ്ഞു, ഷൈജ ചേച്ചി എന്തോ പറഞ്ഞു. ഞാൻ പറഞ്ഞു തരില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞു, ഇനി ആ കടമുറി നമ്മൾ തിരിച്ചു കൊടുക്കണ്ട, നമുക്ക് അവിടെ സ്റ്റുഡിയോ തുടങ്ങാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇവിടെ എങ്ങനെ തുടങ്ങും? അന്നേരം പറഞ്ഞു, അതൊന്നും ചേച്ചി അറിയണ്ട, ക്യാമറ ഞാൻ തരും, ബാക്കിയെല്ലാം ചേച്ചി റെഡിയാക്കിയോണോ എന്ന് പറഞ്ഞു. അപ്പോൾ ആ കടമുറിക്കകത്ത് 6 മാസമല്ലേ തേക്കത്തുള്ളെന്നല്ലേ എല്ലാവരും പറഞ്ഞേക്കുന്നത്, ദോഷമുള്ള മുറിയല്ലേ. അപ്പം ഞങ്ങൾ തന്നെ, ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ തന്നെ പെയിൻ്റ് അടിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ 5000 രൂപയ്ക്ക് അങ്ങേപ്പുറം ചിലവാകരുത്, നമ്മുടെ കൈ പൊള്ളരുത്, ബിസിനസ്സിന് ഇറങ്ങി നഷ്ടമാണെങ്കിൽ പൊള്ളരുത്. എന്നിട്ട് ഞങ്ങൾ കർട്ടൻ വാങ്ങിച്ചിട്ടു. പിന്നെ അങ്ങനെ പലരുടെ സഹായത്തിൽ എൻ്റെ ഒരു ചേട്ടൻ അന്നേരം ജോലി കിട്ടി, ഞങ്ങളെല്ലാം പെയിന്റ് അടിച്ചു. അങ്ങനെ ഞങ്ങൾ തുടങ്ങി, കർട്ടനൊക്കെ ഇട്ടാണ് തുടങ്ങിയത്. പക്ഷെ പിന്നീട് ഈ പറഞ്ഞ പോലെ എനിക്കൊരു വാശിയായിരുന്നു, വിജയിക്കണം എന്നുള്ളൊരൊറ്റ വാശി. ഒരു രാത്രി 12 മണി വരെ അവിടെ നിന്ന് പറയുന്നത് ഇതേപോലെ റോഡ് സൈഡ് ഒന്നുമല്ല, എൻ്റെ സ്റ്റുഡിയോ നിൽക്കുന്നിടം ഇതേപോലെ റോഡ് സൈഡ് ഒന്നുമല്ല, കുറച്ചുകൂടെ അകത്തോട്ട് കയറിയ ഒരു പ്രദേശത്താണ്. അപ്പം എല്ലാവരും ചോദിച്ചു, അപ്പം ഞാൻ സ്റ്റുഡിയോ തുടങ്ങാൻ പോയപ്പം, അത് നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഒരു ആൻസറാണ്, മറ്റുള്ള ഫോട്ടോഗ്രാഫേഴ്സ് മൊത്തം ജെൻസ് ആണല്ലോ, അവർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇവക്ക് നടക്കുമോ, ഇവളെ കൊണ്ട് എങ്ങനെ നടക്കുമോ, ഇവിടെ വീട്ടിൽ ആരെങ്കിലും ഫോട്ടോഗ്രാഫർമാരുണ്ടോ, ഇവിടെ അച്ഛൻ ഫോട്ടോഗ്രാഫറാണോ, ഇവക്ക് ആങ്ങളമാരുണ്ടോ, പിന്നെ ഭർത്താവ് ഫോട്ടോഗ്രാഫറാണോ, മക്കളുണ്ടോ, വലിയ മക്കൾ എങ്ങാനും ഉണ്ടോ, സ്റ്റുഡിയോ ഫോട്ടോഗ്രാഫി അറിയാവുന്നവരുണ്ടോ, അല്ലെ തന്നെ ഒരു സ്റ്റുഡിയോ തുടങ്ങുന്നതിന് എത്ര ലക്ഷം രൂപ വേണം, ഇവക്ക് കുടുംബസ്വത്തുണ്ടോ, ചോദിച്ച ചോദ്യങ്ങളാണ്. അതും ഞാൻ അറിയത്തക്ക രീതിയിൽ എൻ്റെ ഫ്രണ്ട്സിനോട് മാത്രം ഇതൊക്കെ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വന്ന് എന്നോട് പറയണം എന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെ ഒത്തിരി നെഗറ്റീവ്സ് ഫോട്ടോഗ്രാഫി മേഖലയിൽ നിന്ന് ആ ഒരു സമയത്തെത്തി. അപ്പം എനിക്കൊരു ഡൗട്ടുണ്ട്, ദൈവമേ എന്നെ കൊണ്ട് സാധിക്കുവോ. പക്ഷെ എനിക്ക് വാശിയായിരുന്നടാ. വാശിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വാശിയായിരുന്നു. ഈ ലോണ് തരാവുന്ന ബാങ്കിൽ നിന്ന് തന്നെ കഴിഞ്ഞ 2 വർഷത്തെ ഏറ്റവും നല്ല കസ്റ്റമർക്കുള്ള അവാർഡ് വാങ്ങിച്ചത് ഞാനാണ്. ഏറ്റവും നല്ല കസ്റ്റമർക്കുള്ള അവാർഡ് വാങ്ങിച്ചു. പിന്നെ ആദ്യം ഒരു കടമുറി എടുത്തിട്ടുള്ളായിരുന്നു, ഇപ്പം 3 കടമുറി എടുത്തു. ദോഷമുള്ള കടമുറിയിൽ നിന്നല്ലേ? ദോഷമുള്ള കടമുറിയിൽ നിന്ന്. ചേച്ചി ഒരുപാട് മൃതദേഹങ്ങളുടെ ചിത്രങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചേച്ചിക്ക് അതിനകത്ത് ഏറ്റവും വിഷമം തോന്നി എടുത്തതോ അല്ലെങ്കിൽ എന്താ അങ്ങനെ എന്തെങ്കിലും ഉണ്ട്? ഇപ്പൊ നേരത്തെ പറഞ്ഞു കുട്ടികളുടെ ഫോട്ടോസ് ഒക്കെ എടുക്കുമ്പോൾ വിഷമം വരും. ഏതെങ്കിലും ഒരു ഫോട്ടോ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ഏതെങ്കിലും ഒരു ഫോട്ടോ? പെട്ടെന്ന് മനസ്സിൽ വരുന്നത് ഇതേപോലെ ഒരു കുഞ്ഞ് ആത്മഹത്യ ചെയ്ത ഫോട്ടോ. ഒരു കുഞ്ഞെന്ന് പറയുമ്പോഴത്തേക്ക് +1 പഠിക്കുന്ന ഒരു കുട്ടി ഹോസ്റ്റലിൽ ആത്മഹത്യ ചെയ്ത ഫോട്ടോ. ഞാൻ അറിയുന്നില്ല, എന്നെ വിളിച്ചു ഫോട്ടോ എടുക്കാൻ വിളിച്ചു. ഞാൻ ചോദിച്ചു എവിടെ എത്തണ്ടേ, അത് ഇന്ന സ്ഥലമെല്ലാം പറഞ്ഞു. ഞാൻ അവിടെ ചെല്ലുന്നു, ആരാണെന്നൊന്നും ഞാൻ അറിയുന്നില്ല. ഈ കൂടുതലും നമ്മൾ അത് അറിയാതാടാ പോകുന്നത്. നമ്മളെ വിളിക്കും, ചിലപ്പോൾ ഞാൻ സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലായിരിക്കും വിളിക്കുന്നത്. അപ്പം നേരെ ബാഗ് എടുക്കുക പോവുക, അത്രയും മാത്രമേ ഉള്ളൂ. അവിടെ ചെല്ലുമ്പോഴായിരിക്കും ഇത് ലേഡിയാണോ പുരുഷനാണോ കുഞ്ഞാണോ വൃദ്ധയാണോ എന്നൊക്കെ നമ്മൾ അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത്. അതുവരെ നമ്മളൊന്നും അറിയില്ല. അപ്പം അവിടെ ചെന്ന് ഇപ്പം ഞാനും പ്രതീക്ഷിക്കുന്നില്ല. പുറത്ത് ചെന്നപ്പോൾ ആൾക്കാരൊക്കെ കൂടി നിപ്പുണ്ട്, ഈ മതിലിന് പുറത്ത് ആൾക്കാരൊക്കെ കൂടി നിപ്പുണ്ട്. അപ്പം പറഞ്ഞു ഒരു ലേഡിയാണെന്ന് അവരുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. അന്നേരം എനിക്കറിയില്ല. ഞാനാണെങ്കിൽ അങ്ങോട്ട് ചെന്നപ്പോൾ ഡോറ് അടച്ചിട്ടേക്കും. എൻ്റെ പോലീസൊക്കെ വന്നു, അകത്ത് ചെക്കിംഗ് ഒക്കെ നടക്കുന്നു. പിന്നെ കുട്ടിയുടെ മുറിയൊക്കെ പരിശോധിക്കുകയാണ്. അപ്പം ഈ ഡോറ് ഞാൻ ചെന്നപ്പോഴത്തേക്ക് ഒരാൾ ഓടി വന്നു, എൻ്റെ കൂടെ വന്നിട്ട് ഒരു പോലീസുകാരൻ ഡോറ് തുറന്നപ്പോൾ ഈ കുഞ്ഞ് യൂണിഫോമിൽ നിൽക്കുന്നത്. പെട്ടെന്ന് ഞാൻ എൻ്റെ മോനെ അങ്ങ് വിളിച്ചു പോയി കേട്ടോ. എന്താണെന്ന് എനിക്കറിയില്ല, അത് ഉറങ്ങി നിൽക്കുന്ന കണക്ക് നിൽക്കുന്നു. എന്തോ എൻ്റെ മോനെ വിളിച്ചു. അപ്പോൾ പോലീസുകാരെല്ലാം എന്നെ തിരിഞ്ഞു നോക്കി. ഞാൻ പെട്ടെന്ന് ധൈര്യം വീണ്ടെടുത്തു എന്ന് വേണം പറയാൻ. കാരണം ഞാൻ അവിടെ ചെന്നിരിക്കുന്ന ഫോട്ടോഗ്രാഫറാണ്. എനിക്കവിടെ സെൻറ്റിമെൻറ്റ്സ് കാണിക്കാൻ പറ്റില്ല.
എൻ്റെ ജോലിയായിട്ടാണ് ഞാൻ ചെന്നിരിക്കുന്നത്. അവിടെ ഞാനൊരു അമ്മയാണോ എന്നൊന്നും പറ്റില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ 100-500 ഡെഡ് ബോഡീസിൽ കൂടുതൽ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇത്രയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിലും എൻ്റെ മനസ്സിൽ നിൽക്കുന്ന ഒരേ ഒരു ബോഡി അതാണ്. ആ ഉറങ്ങി ആ കുഞ്ഞ് നിൽക്കുന്ന ആ രംഗം, അത് നമ്മുടെ കേരളത്തിലെ കുട്ടിയല്ല, നോർത്ത് ഇന്ത്യൻ കുട്ടി ഏതോ ആയിരുന്നു അത്. അപ്പം ആ ഒരു രൂപം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു, ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പറയുന്നൊരു കാര്യമുണ്ട്, ഇപ്പോഴെൻ്റെ ചുറ്റും ഞാൻ നല്ല തിരക്കിലാണ്, എനിക്ക് ഒന്നിനെക്കുറിച്ചും ആലോചിക്കാൻ പറ്റുന്നില്ല. വീട്ടിൽ വന്നാലും ജോലിയും കാര്യങ്ങളും തിരക്കും, നാട്ടിലോട്ടിറങ്ങിയാലും എല്ലാവരും എനിക്കറിയാം, എല്ലാവരുമായിട്ട് ഞാൻ നല്ല ഫ്രണ്ട്ഷിപ്പാണ്. സ്റ്റുഡിയോയിൽ ചെന്ന് കഴിഞ്ഞാൽ അതിനെക്കാട്ടി തിരക്ക്. അപ്പം നമുക്ക് കഴിഞ്ഞു പോയത് ഒന്നിനെക്കുറിച്ചും എനിക്ക് ഓർക്കാൻ നേരമില്ല, സമയമില്ലാത്തതുകൊണ്ടാണ്. പക്ഷേ ഈ തിരക്കെല്ലാം ഒഴിയുന്ന ഒരു സമയം എൻ്റെ ജീവിതത്തിൽ വരും. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ചെല്ലാം ഓർക്കുമോ, ഞാൻ ഒറ്റപ്പെടുവോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ ഈ പലയിടത്തും കണ്ടുവന്നിരിക്കുന്നത് ഏകാന്തത. പല വീടുകളും നമ്മളെടുത്ത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അച്ഛനും അമ്മയും മാത്രമല്ലേ ഉള്ളൂ പല വീട്ടിലും. മക്കളെ ഇപ്പം ഞാൻ എൻ്റെ കുഞ്ഞിനെ പഠിപ്പിക്കുന്നു, അവനെ ഏറ്റവും നല്ല സ്കൂളിൽ വിട്ട് ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അവനൊരിക്കലും എൻ്റെ അടുത്ത് നിൽക്കുമെന്ന് എനിക്കൊരു പ്രതീക്ഷ വേണ്ട. കാരണം അവരെ നമ്മൾ പഠിപ്പിച്ചത് ആ രീതിയിലാണ്. അല്ലെന്നുണ്ടെങ്കിൽ നല്ല നീ ഉയർന്ന പൊസിഷനിലെത്തണം